Okay, let's not waste time. So, trademark registration in India. കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വെബിനാറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു 10-15ഓളം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ് അതിനുള്ള ഉത്തരങ്ങൾ. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഞാൻ പറഞ്ഞു പോവാം. കാരണം ഒരുപക്ഷെ ട്രേഡ് മാർക്കിനെ കുറിച്ചിട്ട് ഒട്ടും അറിയാത്ത ആൾക്കാരുണ്ടാകും, കുറച്ചെങ്കിലും നോളജുള്ള ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കണം ഈ ഒരു സെഷൻ. സോ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്താണ് ട്രേഡ് മാർക്ക് എന്നത് മുതൽ ഞാൻ പറഞ്ഞു പോവാം. നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുകയാണ്, ഡെഫിനറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ വരരുത് എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബിസിനസ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന ലീഗൽ ഇഷ്യൂസ് വരരുതെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഉണ്ടാവും. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ആരും അങ്ങനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു 10-20 വർഷം മുമ്പൊക്കെ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കോമ്പറ്റീഷൻ കൂടുന്നു, ബിസിനസ്സുകളുടെ എണ്ണം കൂടുന്നു, ആൻഡ് നിയമങ്ങൾ വളരെ ശക്തമാവുന്നു, നിയമങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ആൾക്കാർക്ക് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ലീഗലി ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ കോൺഫ്ലിക്റ്റുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നടക്കുന്ന കോൺഫ്ലിക്റ്റിൽ ഒന്നാണ് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ബ്രാൻഡ് നെയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ വേണം, ലീഗൽ പ്രൊട്ടക്ഷൻ നമുക്ക് വേണം. അത്തരത്തിൽ പ്രൊട്ടക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു രജിസ്റ്റർ ട്രേഡ് മാർക്ക്. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് നെയിം എന്താണോ ആ ബ്രാൻഡ് നെയിം ലീഗലി മറ്റൊരാളും ഉപയോഗിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. സി ഡി ബോബി എന്ന പേര് കേട്ടിട്ടുണ്ടോ? സി ഡി ബോബി കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ഈ സി ഡി ബോബി? സി ഡി ബോബി, ഒരുപക്ഷെ സി ഡി ബോബി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൊന്നും വരത്തില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. ബോബി ചെമ്മണ്ണൂർ സ്ഥാപനത്തിന്റെ ഉടമ. ബോബി ചെമ്മണ്ണൂറിന്റെ ട്രേഡ് മാർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അദ്ദേഹം ധാരാളം ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലെ ഏകദേശം പകുതിയിൽ കൂടുതൽ ട്രേഡ് മാർക്കുകൾക്കും കണ്ടില്ലേ, അതിന്റെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എല്ലാം എന്താണ്, ഒപ്പോസ്ഡ് ആണ്. ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സ്, ചെമ്മണ്ണൂർ തങ്കമാളികை, ചെമ്മണ്ണൂർ തങ്ക, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് സിൻസ് 1863, 1863 മുതലൊക്കെ എന്നൊക്കെയാണ് പറയുന്നത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ചെമ്മണ്ണൂർ പ്രൊപ്പറേറ്റർ ഇറ്റ് ഈസ് സി ഡി ബോബി, ദാറ്റ് ഈസ് ബോബി ചെമ്മണ്ണൂർ. സി ഡി ബോബി, അതായത് ബോബി ചെമ്മണ്ണൂറിന്റെ ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സിനെ ഒപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഒപ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മറ്റൊരു പാർട്ടി, മറ്റൊരു സ്ഥാപനം അല്ലെങ്കിൽ ഇൻഡിവിജ്വല് ഈ പേര് യൂസ് ചെയ്യുന്നതിനെതിരായിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ്? ട്രേഡ് മാർക്ക് അതോറിറ്റി അല്ല, ട്രേഡ് മാർക്ക് രജിസ്ട്രി അല്ല, മറ്റൊരു സ്ഥാപനം. ആരായിരിക്കും ആ സ്ഥാപനം? അതായത് ചെമ്മണ്ണൂർ ഗ്രൂപ്പ്, ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ബോബി ചെമ്മണ്ണൂറിന് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ അത്രത്തോളം ധൈര്യമുള്ള ആ സ്ഥാപനം ആരായിരിക്കും? ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, 3, 4, 5, 6, 8 കൂടുതലുണ്ട്. ഞാനത് സ്ഥലമില്ലാത്തതുകൊണ്ട് വെച്ചാണ്. ഏകദേശം 10-12ഓളം ആപ്ലിക്കേഷൻസിന് ഒപ്പോസ് ചെയ്തിരിക്കുകയാണ്. അത്രത്തോളം ചെമ്മണ്ണൂർ ജുവലേഴ്സ് എന്ന് പറയുന്ന പേര് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആരാണുള്ളത്? ആരായിരിക്കും? ഞാനതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് മറ്റാരുമല്ല, ചെമ്മണ്ണൂർ ജുവലേഴ്സ് ആണ്. അതായത് ബോബി ചെമ്മണ്ണൂറിനെതിരെ ചെമ്മണ്ണൂർ ജുവലേഴ്സിനെതിരെ ചെമ്മണ്ണൂർ ജുവലേഴ്സ്, അല്ലെങ്കിൽ ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സിനെതിരെ ചെമ്മണ്ണൂർ ജുവലേഴ്സ്. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അതെങ്ങനെ സംഭവിക്കുന്നു? അതായത് അപ്പൊ ഈ ചെമ്മണ്ണൂർ ജുവലേഴ്സും ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സും ഒന്നല്ലേ? രണ്ടും രണ്ടാണോ? സത്യം പറഞ്ഞാൽ രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2000-2001 പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാണിക്കുന്നത്. അന്ന് അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളതും ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലായിരിക്കും. കാരണം നമുക്കറിയാവുന്ന ചെമ്മണ്ണൂർ ജുവലേഴ്സ്, ഒപ്പോസ് ചെയ്തിട്ടുള്ള ചെമ്മണ്ണൂർ ജുവലേഴ്സ്, മുനിസിപ്പൽ ഓഫീസ് റോഡ്, തൃശ്ശൂർ, ഈ സ്ഥാപനം 1974 മറ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. അതും ഇപ്പോഴത്തെ ഈ ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടും രണ്ടാണ്. ഞാൻ അവരുടെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പക്ക ലീഗൽ ടേംസിലാണ് സംസാരിക്കുന്നത്.
എനിക്ക് തോന്നുന്നത് 2001 മറ്റോ ഒരു കോടതി വിധി, 91 മറ്റോ ആയിരുന്നു കോടതി വിധി ഉണ്ടായിരുന്നത്. അതായത് ഇതിന്റെ ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ ശരിക്കുമുള്ള ഓണറും ബോബി ചെമ്മണ്ണൂറും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതി വരെ ആ കേസ് എത്തി. അതിനകത്ത് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി ഇങ്ങനെയായിരുന്നു: ചെമ്മണ്ണൂർ ജുവലേഴ്സ് എന്ന് പറയുന്ന പേര് ഓൾറെഡി ഒരു ടീം യൂസ് ചെയ്യുന്നതാണ്, ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പേരിൽ ഒരാൾക്കും നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. ലീഗലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് ബോബി ചെമ്മണ്ണൂറിന് ആണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും ശരി. പക്ഷേ ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പേര് അതൊരു കുടുംബ പേരാണ്. ആ കുടുംബത്തിൽ പെടുന്ന എല്ലാവർക്കും ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ടേമിൽ ഈക്വലി റൈറ്റ്സ് ഉണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം ഉള്ള റൈറ്റ് അല്ല ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പേര്. അതുകൊണ്ട് തന്നെ ചെമ്മണ്ണൂർ ചെമ്മണ്ണൂർ ജുവലേഴ്സ് എന്ന് പറയുന്ന പേരിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സ് എന്നോ ചെമ്മണ്ണൂർ ഗോൾഡ് എന്നോ അല്ലെങ്കിൽ ചെമ്മണ്ണൂർ വേറെ എന്തെങ്കിലും എന്നോ പേരിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു കോടതി വിധി ബോബി ചെമ്മണ്ണൂർ വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സ് എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സ് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പേരിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഉണ്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് എന്ന് പറയുന്ന പേരിൽ ബിസിനസ് ഉണ്ട്. മുമ്പ് കാണിച്ചതുപോലെ ചെമ്മണ്ണൂർ തങ്കമാളികൈ തമിഴ്നാട്ടില്, ആൻഡ് ചെമ്മണ്ണൂർ തങ്ക. അപ്പം ഇത്തരത്തിൽ പല പല പേരിൽ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ പലതും ഒപ്പോസ്ഡ് ആണ്. കാരണം ഇത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് ട്രേഡ്മാർക്ക് അറ്റോർണി, ട്രേഡ്മാർക്ക് രജിസ്ട്രാർ അത് പ്രോസസ്സിംഗിൽ വെച്ചിരിക്കുകയാണ് കുറേ വർഷങ്ങളായി. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് അണ്ടർ പ്രോസസ്. അപ്പോൾ ഞാനിത് പറയാനായിട്ടുള്ള കാരണം, എത്ര വലിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും എത്ര ചെറിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അനിവാര്യമായിട്ടൊരു കാര്യമാണ്. ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. വലിയ ബിസിനസ്സുകൾ മാത്രമല്ല, ചെറിയ ബിസിനസ്സുകൾ മാത്രമല്ല, എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഇത് ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഡേറ്റ് നോക്കിയാൽ മനസ്സിലായി. 2016 ജേർണലിൽ പബ്ലിഷ് ചെയ്തു, 3/10/2016. ആൻഡ് ഇപ്പോഴും അതിന്റെ സ്റ്റാറ്റസ് മാറിയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള സ്റ്റാറ്റസ് ആണ്, സ്റ്റിൽ ഈസ് അണ്ടർ ഒപ്പോസിഷൻ. സ്റ്റിൽ ദാറ്റ് മീൻസ് ഇപ്പോഴും അത് ലീഗലി കോടതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിയർ? ഇനി നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് ഞാൻ വരാം. നിങ്ങൾക്ക് ഈ ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള 1-to-1 കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ, പേര് നിങ്ങൾക്ക് എങ്ങനെ എടുക്കണമെന്ന് അറിയുന്നില്ല, അതിന് എന്തെങ്കിലും പേരിൽ മാറ്റം വരുത്തണമെന്ന് അറിയുന്നില്ല, ട്രേഡ് മാർക്ക് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണമെന്ന് അറിയുന്നില്ല, ഇത്തരത്തിൽ കൺസൾട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബുക്ക് ചെയ്യാം. 20 മിനിറ്റ്സ് ഞാനുമായിട്ട് ഓൺലൈൻ ഗൂഗിൾ മീറ്റിൽ ഒരു കൺസൾട്ടേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ 8921092136. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം ഇപ്പോൾ. ആൻഡ് നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു TMC എന്ന് പറയുന്ന ഒരു TMC എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ്റെ ലിങ്ക് അയച്ചു തരും. 599 രൂപയാണ് കൺസൾട്ടേഷൻ. ഇത് കുറച്ച് കാലത്തേക്കുള്ള ഒരു, പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതിപ്പോൾ റെക്കോർഡർ ആയിരിക്കും, ഇത് പിന്നീട് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇത് 26 ജൂലൈ 2024 റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാകും. അന്നൊരു പക്ഷേ ഈ ഒരു പ്രൈസിൽ ആയിരിക്കത്തില്ല കിട്ടുന്നത്, അത് പ്രത്യേകം ഓർക്കുക. എന്നാലും നിങ്ങൾ TMC എന്ന് പറയുന്ന പേരിൽ എന്ന് ടൈപ്പ് ചെയ്ത് ഇതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ടീം മെമ്പർ മിസ് റാണിയ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും അതുമായി ബന്ധപ്പെട്ടുള്ളത്. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ട്രേഡ് മാർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് കൂടി പറയാം. 7,500 രൂപയാണ് ട്രേഡ് മാർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗവൺമെൻറ് ഫീസ് ആൻഡ് പ്രൊഫഷണൽ ഫീസ്. ഇന്നത്തെ ഫീസ് ആയിരിക്കും. ഒരു പക്ഷേ കുറച്ച് കഴിയുന്ന സമയത്ത് ഫീസിൽ മാറ്റം വരാനുള്ള സാധ്യതയും ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ആർക്കാണ് ഹൂ ക്യാൻ അപ്ലൈ ഫോർ ട്രേഡ് മാർക്ക്? ആർക്കാണ് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ ആണ്, നിങ്ങളൊരു വ്യക്തിയാണ്, ദാറ്റ് യു ആർ എ പ്രൊപ്പറേറ്റർ, നിങ്ങൾക്ക് വേറെ ഒരു രജിസ്ട്രേഷനും ഇല്ല, നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഈവൻ നിങ്ങൾ റൺ ചെയ്യുന്നത് പോലും ഇല്ല, നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, യു ക്യാൻ അപ്ലൈ ഫോർ ട്രേഡ് മാർക്ക്. ഇഫ് യു ആർ എൻ ഇൻഡിവിജ്വൽ, നിങ്ങൾക്കൊരു ആധാർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു അഡ്രസ് ഉള്ള ഒരു പ്രൂഫ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഈവൻ പ്രൂഫ് ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, യു ക്യാൻ അപ്ലൈ ഫോർ എ ട്രേഡ് മാർക്ക്. ഇൻഡിവിജ്വൽ.
രണ്ടാമത്തേത്, നിങ്ങളൊരു കമ്പനി റൺ ചെയ്യുകയാണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിങ്ങൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഓണർഷിപ്പിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ മുമ്പ് കാണിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് CD ബോബി എന്ന് പറയുന്ന പേരിലാണ്, അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ പേരിലാണ് ട്രേഡ് മാർക്കിന് അപേക്ഷിച്ചിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് കമ്പനി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയ സമയത്ത് ഇല്ലെന്നാണ് കണ്ടത്. എനിക്ക് അറിയത്തില്ല എന്താണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. പക്ഷേ അത്തരത്തിൽ ഒരു ലിമിറ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഓണർഷിപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാർട്ട്ണർഷിപ്പാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എഗെയിൻ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും പേരിൽ ഇതിന്റെ ഓണർഷിപ്പ് എടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങളിതൊരു സൊസൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ, സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഓണർഷിപ്പിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. ഇനി ഇതൊന്നുമല്ല, ഒരു വിദേശിയാണ് എന്നുണ്ടെങ്കിൽ, ഒരു വിദേശ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ വിദേശിക്കും ഇന്ത്യയിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, സോ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. രണ്ടാമത്തേത്, ട്രേഡ് മാർക്കിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഒരു ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ടായിരിക്കും അതിന്റെ രജിസ്ട്രേഷൻ കിട്ടുന്നത്? എപ്പോഴും ഉള്ളൊരു സംശയമാണ്, എപ്പോഴും ഒരു ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നൊരു കാര്യം ഇതാണ്. അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ? കുറേ കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ളത്. ശരിക്കും നമുക്ക് ട്രേഡ് മാർക്കിന്റെ പ്രോസസ്സ് വളരെ ചുരുങ്ങിയ സമയത്തിൽ ചെയ്യാനായിട്ട് കഴിയും. അത് മറ്റൊരു വിഷയമാണ്. അത് ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇത് കഴിയുന്ന സമയത്ത് മറ്റൊരു ടോപ്പിക് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ട്രേഡ് മാർക്കിന്റെ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രേഡ് മാർക്ക് അവൈലബിൾ ആണെന്നുള്ളത് സെർച്ച് ചെയ്യുന്നു. നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന ആ പേര് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആയിട്ട് അവൈലബിൾ ആണോ? എന്താണ് ഈ അവൈലബിൾ ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റാരെങ്കിലും ആ പേര് ഉപയോഗിക്കുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ പേര് ട്രേഡ് മാർക്ക് നിയമപ്രകാരം എടുക്കാൻ കഴിയുന്ന പേരാണോ? ഏതൊക്കെ കൈൻഡ് ഓഫ് പേരുകളാണ് ട്രേഡ് മാർക്ക് നിയമപ്രകാരം എടുക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ കഴിയുന്നത് എന്നുള്ളത് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ബേസിക് സെർച്ചാണ് ആദ്യം ചെയ്യേണ്ടത്. ആരാണ് ഈ സെർച്ച് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആ സെർച്ച് ചെയ്യാം. കാരണം IP ഇന്ത്യയുടെ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ, പബ്ലിക് സെർച്ചിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും അത് സെർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം. 10-20 പേരുകൾ കൊണ്ട് വരരുത് നിങ്ങൾ സെർച്ച് ചെയ്യാനായിട്ട്. കാരണം ഓരോന്ന് സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിൽ എൻ്റെ ടീം മെമ്പറായിട്ടുള്ള റാണിക്ക് അറിയാം എത്രത്തോളം ബുദ്ധിമുട്ട് അതിന് ഉണ്ട് എന്നുള്ളത്. കാരണം ഓരോന്നിനും ഫോണറ്റിക്സ് നോക്കേണ്ടത്, അതായത് ഉച്ചാരണം നോക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ 2-3 പേരുകൾ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പേരുകൾ നമ്മൾ ഏതാണെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ബാക്കി അതിനുശേഷം ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം, ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ ആദ്യം ചെയ്യേണ്ടത് ട്രേഡ് മാർക്ക് സെർച്ച് ആണ്. അത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ട്രേഡ് മാർക്കിന്റെ ആപ്ലിക്കേഷൻ ഫയലിംഗ് ആണ്. അതായത് ഗവൺമെന്റ് ഫീസ് അടയ്ക്കുന്നു, ഫീസ് അടച്ച് നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഏകദേശം ഒരു 10 ദിവസത്തിനടുത്തൊക്കെ സമയമെടുക്കും. ഇനി അതിൽ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പവർ ഓഫ് അട്ടോണി ഉണ്ടാക്കണം ത്രൂ ഏജൻറ്റ്സ്. ഞങ്ങൾ ത്രൂ ചെയ്യുന്ന സമയത്ത് യു ടു മേക്ക് എ പവർ ഓഫ് അട്ടോണി. 100 രൂപയുടെ എഗ്രിമെന്റ് പേപ്പറിനകത്താണ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് കേരളത്തിൽ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറുന്നതുകൊണ്ട്, ഡേറ്റ് നോക്കണം, ഇത് ജൂലൈ മാസമാണ് 2024. ഈ സ്റ്റാമ്പിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ ചെറിയ ഡിനോമിനേഷൻസിന്റെ മുദ്രക്കടലാസ് കിട്ടുന്നില്ല. അതായത് 50 രൂപയുടെ 100 രൂപയുടെ ഒന്നും മുദ്രക്കടലാസ് കിട്ടുന്നില്ല. സോ അത് കുറച്ചൊരു ഡിഫിക്കൽട്ടിയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം അത് ഒരുപക്ഷെ നിങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും, അപ്ലിക്കൻ്റ് വാങ്ങേണ്ടതായിട്ട് വരും. എന്നിട്ട് നമ്മൾ മേറ്റർ പറഞ്ഞു തരും, അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് തരേണ്ടതായിട്ട് വരും. അപ്പം അത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഇതവർ ടെസ്റ്റ് ചെയ്യും. ആര് ടെസ്റ്റ് ചെയ്യുന്നു? രജിസ്ട്രാർ ടെസ്റ്റ് ചെയ്യുന്നു ട്രേഡ് മാർക്ക് ഓഫീസിൽ. ഈ പേര് മറ്റേതെങ്കിലും പേരുമായിട്ട് പ്രശ്നങ്ങളുണ്ടോ? ട്രേഡ് മാർക്ക് നിയമപ്രകാരം എടുക്കാൻ കഴിയുന്ന പേരാണോ ഇത്? ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ, മറ്റ് പേരുകളുമായിട്ട് ഒന്നും സാമ്യം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതവർ അക്സെപ്റ്റ് ചെയ്യും. എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം അവരതിൽ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? അവർ ഒബ്ജെക്ഷൻ റേസ് ചെയ്യുന്നു. ഒബ്ജെക്ഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒബ്ജെക്ഷൻ നോക്കിയിട്ട് അതിന് തക്കതായിട്ടുള്ളൊരു മറുപടി ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ആ മറുപടി ഫയൽ ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷണൽ ഫീസ് കൂടി അതിനകത്ത് വരുന്നുണ്ടാവും. ഓക്കെ, ഇനി മറുപടി നമ്മൾ ഫയൽ ചെയ്തു, അത് ആ മറുപടി തൃപ്തികരമാണ് എന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രാർ അത് അക്സെപ്റ്റ് ചെയ്യും. അഥവാ തൃപ്തികരം അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് ഹിയറിങ്ങിന് വിടും. അപ്പോൾ നമ്മളിത് ഹിയറിങ്ങിന് അപ്പിയർ ചെയ്യണം. ആരാണ് ഹിയറിങ്ങിന് അപ്പിയർ ചെയ്യേണ്ടത്? നിങ്ങളാണോ? അല്ല, ഞങ്ങളാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളാണ് നിങ്ങൾക്ക് പകരമായിട്ട് ട്രേഡ് മാർക്ക് അപേക്ഷിച്ചിരുന്നത്. അതായത് കോടതിയിൽ ഒരു വക്കീൽ എങ്ങനെയാണ് ഈ കാര്യം ഡീൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്.
ഇനി അത് കഴിഞ്ഞാൽ അവരിത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഹിയറിംഗിലും ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ അവരിത് ടോട്ടലി റിജക്ട് ചെയ്യാം. റിജക്ഷൻ കേസൊക്കെ വളരെ റെയർ ആണ് ഹിയറിംഗിൽ. ഇനി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇവർ ജേണലിൽ പബ്ലിഷ് ചെയ്യും. എന്താണ് ഈ ജേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന്റെ സൈഡിനകത്ത് കയറി കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും. ജേണൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലിങ്ക് ഉണ്ട്. എല്ലാ ആഴ്ചയും ഇത്തരത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പേരുകൾ ഒരു PDF-നകത്ത് അവർ പബ്ലിഷ് ചെയ്യും. അവർ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവർ അതിനകത്ത് ഷെയർ ചെയ്യും. ഇത്തരത്തിൽ ഒരു കാര്യം ഇടപെട്ട് പറയണം. ഇൻ ബിറ്റ്വീൻ ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് സ്റ്റക്ക് ആവും, ഓക്കെ കറണ്ട് വന്നു. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഇത് നെറ്റിന് പ്രശ്നം വരിക അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഞാനിത് സ്വിച്ച് ചെയ്തോളാം. ഓക്കെ, ഇനി വരാൻ സാധ്യതയില്ല. സോ ഈ ജേണൽ പബ്ലിഷ് ചെയ്യും. ജേണലിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 4 മാസക്കാലമാണ് കുറഞ്ഞത് അതിനകത്ത് കിടക്കുന്നത്. നിയമപ്രകാരം 4 മാസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അതിൽ നീണ്ടുപോകുന്ന കേസുകൾ ധാരാളമുണ്ട്. അപ്പം ഇത്തരത്തിൽ ജേണലിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക്, അതായത് ഇപ്പോൾ ഈ ഒബ്ജക്ഷൻ ഇടുന്ന ആരാണ്? ട്രേഡ് മാർക്ക് അതോറിറ്റിയാണ് ഇടുന്നത്. മറ്റു പേരുമായി സാമ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ജേണലിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിക്ക്, മറ്റൊരു കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒപ്പോസിഷൻ ഫയൽ ചെയ്യാം. ഞങ്ങൾ യൂസ് ചെയ്യുന്ന പേരുമായി കണക്ട് ചെയ്തിട്ടുള്ള പേരാണ് ഈ ചങ്ങാതി യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒപ്പോസിഷൻ ഫയൽ ചെയ്യാം. ആ ഒപ്പോസിഷനാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ഒപ്പോസിഷനായിട്ട് നിങ്ങൾ കണ്ടത്. ആ ചെമ്മണ്ണൂർ ജുവലേഴ്സ് ഒപ്പോസ് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾ കണ്ടത്. ഓക്കെ, ഇനി അതിൽ ഒപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒപ്പോസിഷനുള്ള മറുപടി കൊടുക്കണം. ഇൻ കേസ് ഒപ്പോസിഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ, 4 മാസമായിട്ട് ഒപ്പോസിഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വിൽ ഗെറ്റ് ദ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത്രയും, അതായത് ആപ്ലിക്കേഷൻ ഇടുന്നു, അതായത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് ജേർണലിൽ പബ്ലിഷ് ചെയ്യുന്നു, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഇതിനുള്ള കാലതാമസം എന്ന് പറയുന്നത് 1 വർഷം ടു 1.25 വർഷം വരെയാണ് നോർമൽ കേസിൽ. ഞാൻ ലീഗലി ഉള്ള വർഷമല്ല പറയുന്നത്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള വർഷമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സംസാരിക്കുന്ന ഒരിക്കലും നമുക്ക് ലീഗലി മാത്രം ഈ കാര്യം നോക്കി കാണാൻ കഴിയത്തില്ല. ലീഗലി അല്ല പലപ്പോഴും പല കാര്യങ്ങളും നടന്നു പോകുന്നത്. സോ നമ്മുടെ എക്സ്പീരിയൻസിന് കൂടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അറൗണ്ട് ഒരു 1 ഇയറിനടുത്ത്, ഒരു പ്രശ്നമില്ലാതെ ഒരു 1 ഇയറിനടുത്തൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ചിലപ്പോൾ അത് 8 മാസത്തിനുള്ളിൽ കിട്ടിയിട്ടുള്ള കാര്യമുണ്ട്, ചിലപ്പോൾ അത് 7 മാസത്തിൽ കിട്ടിയിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 1.25 വർഷം നിങ്ങൾ എടുത്തോളൂ. ഇനി ഈ ഒബ്ജക്ഷൻ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നീണ്ടുപോകും. ഹിയറിംഗ് ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും നീണ്ടുപോകും. ഇനി ഒപ്പോസിഷൻ വരികയാണെന്നുണ്ടെങ്കിലോ, എഗെയിൻ ഒപ്പോസിഷനുള്ള മറുപടി നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും, നീണ്ടുപോകും. ആ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ഹിയറിംഗ് വിളിപ്പിച്ച് ചിലപ്പോൾ എന്തെങ്കിലും എവിഡൻസ് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരാം. അതായത് കോടതിയിൽ ഒരു കേസ് നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഹിയറിംഗ് വിളിപ്പിക്കുന്ന പരിപാടി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അങ്ങനെ അവസാനം ഒന്നില്ലെങ്കിൽ നമുക്കത് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒപ്പോസിഷനൊക്കെ വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു 1%, 2%, ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ, 1%, 2%, 1% പോലും ഇല്ല. ഒരു 100 എണ്ണം, ഒരു 300 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 4 എണ്ണം, അപ്പോൾ 1% എന്ന് പറയാലോ, 1% മാത്രമാണ് നമുക്ക് ഒപ്പോസിഷൻ വരുന്നത് വളരെ റെയർ കേസിൽ. അല്ലാതെ ഒപ്പോസിഷൻ വരാറില്ല. ആൻഡ് ഇപ്പോൾ നമ്മൾ റീസെന്റ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞൊരു 100 ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ വന്ന കേസ് 1%, 2% മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊന്നും ഒബ്ജക്ഷൻസ് വന്നിട്ടില്ല. അതിനുള്ള കാരണം നമ്മൾ അത്രത്തോളം സെർച്ച് ചെയ്തിട്ടാണ് ഈ സാധനം നിങ്ങൾക്കൊരു അപ്രൂവൽ തരുന്നത്. ഇത് എടുത്തോളൂ, അല്ലെങ്കിൽ ഇത് എടുക്കണ്ട, അല്ലെങ്കിൽ പേര് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് മാർക്ക് സെർച്ച് നമ്മൾ ഇവിടുന്ന് സ്ട്രോങ് ആക്കുന്നത് കൊണ്ട് ഒബ്ജക്ഷൻസിന്റെ എണ്ണം കുറയുന്നുണ്ട്. ഇനി ചിലപ്പോൾ ക്ലയൻസിന് ഓക്കെ ഒബ്ജക്ഷൻ വന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞ് തരുന്നവരുണ്ട്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ ഒബ്ജക്ഷൻ വരാറുണ്ട്. അല്ലാത്ത കേസിലൊക്കെ വളരെ കുറവാണ് ഒബ്ജക്ഷൻ വരുന്നത്. പിന്നെ ഒപ്പോസിഷന്റെ കേസ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് നിയമപ്രകാരമാണ് വരുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ഈ ബിസിനസ്സുമായി ഈ ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ടീംസിന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു പേര് കാണുന്ന സമയത്ത് തന്നെ ഒബ്ജക്ഷൻ്റെ സാധ്യതയുണ്ടോ, അതോ എന്തെങ്കിലും അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണോ എന്നുള്ളത് പറയാനായിട്ട് കഴിയും. പക്ഷേ ഒപ്പോസിഷൻ വി കനോട്ട് ഈവൻ പ്രെഡിക്റ്റ്. കാരണം ഈ പേരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്ക് വേണമെങ്കിൽ ഒപ്പോസിഷൻ ഫയൽ ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഒരു ശത്രു ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒപ്പോസ് ചെയ്യാം. ഒരു ബന്ധം ഉണ്ടായില്ല നിങ്ങളുടെ ബിസിനസിന്റെ പേരുമായിട്ട്, പക്ഷേ ഒപ്പോസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒപ്പോസിഷൻ ക്യാൻ ബി ഫയൽ ബൈ എനി വൺ, റൈറ്റ്? അത് മറക്കാതിരിക്കുക. സോ ഇതാണ് ട്രേഡ് മാർക്കിന്റെ പ്രോസസ്. ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ 1 വർഷത്തിനടുത്ത് എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഫീസ് ഫോർ ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയലിംഗ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ എത്ര ഫണ്ട് നമ്മൾ ബിസിനസ്സിന് വേണ്ടി ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളത്.
ഒരു കൺസേൺ ആണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പലരും വളരെ മിനിമൽ കോസ്റ്റിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് എത്ര ഉണ്ട് എന്ന് അറിഞ്ഞാൽ അലോക്കേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഓരോ ടീംസ് ഓരോ ചാർജസ് ആണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഗവൺമെന്റ് ഫീസും പ്രൊഫഷണൽ ഫീസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത് ഞങ്ങൾ ചാർജ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് മോഡറേറ്റ് ഉള്ള ഒരു ഫീസാണ്, 7,500 രൂപയാണ് ആപ്ലിക്കേഷൻ, ഗവൺമെന്റ് ഫീസും പ്രൊഫഷണൽ ഫീസും കൂടെ വരുന്നത്. ഇനി നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക, വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല, നിങ്ങൾക്ക് വേറെ ഒരു എക്സ്പെൻസും വരുന്നില്ല, നിങ്ങൾക്ക് 7,500 എല്ലാ പണിയും തീർക്കാം. ഇനി ഒബ്ജക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിലോ, വി ഹാവ് ടു ഫയൽ എ റിപ്ലൈ ഫോർ ദാറ്റ് ഒബ്ജക്ഷൻ. ഒബ്ജക്ഷനിലെ റിപ്ലൈ ഫയലിങ്ങിന് നോർമൽ കേസിൽ നമുക്ക് 2,500 രൂപ വരുന്നത്. ഇനിയിപ്പോൾ TMM ഒക്കെ ആണെങ്കിൽ ഒരു 1,000 രൂപ അഡീഷണൽ വരുന്നുണ്ട് ആ ഫീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അതിലേക്ക് ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യത്തിലേക്ക് കിടക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒബ്ജക്ഷന് നമ്മൾ മറുപടി കൊടുക്കാൻ 2,500 വരുന്നുണ്ടാവും. ഇനി ഹിയറിംഗിലേക്ക് പോകുകയാണെങ്കിൽ ഹിയറിംഗിൽ അപ്പിയർ ചെയ്യാനായിട്ട് പെർ അപ്പിയറൻസ് നമുക്ക് 5,000 ആണ് വരുന്നത്. മിക്കവാറും ഒരു അപ്പിയറൻസ് വരാറുള്ളൂ, ചിലപ്പോൾ അത് രണ്ടെണ്ണമൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവും, ചിലതിൻ്റെ വളരെ റെയർ ആയിട്ടുള്ളതിനെ വരാൻ സാധ്യത ഉണ്ടാവത്തുള്ളൂ. അതിന് നമുക്ക് 5,000 ആണ് എക്സ്പെൻസ് വരുന്നത് ആസ് ഓൺ ജൂലൈ 2024. ഇനി ഒപ്പോസിഷൻ വരികയാണെങ്കിൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്, ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷനേക്കാളും എക്സ്പെൻസീവ് ആണ്. കാരണം അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം അതിൻ്റെ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിന് നമുക്ക് 15,000 രൂപയാണ് വരുന്നത്, 15,000 റുപ്പീസ് ആണ് വരുന്നത്. ഇതാണ് നോർമൽ കേസിൽ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഇനി ഈ 7,500 രൂപ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ മാറ്റം വരും. എപ്പം മാറ്റം വരും? നിങ്ങളൊരു പ്രൊപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MSME രജിസ്ട്രേഷനുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MSME രജിസ്ട്രേഷനുള്ള ഒരു LLPയോ പ്രൈവറ്റ് ലിമിറ്റഡോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7,500 രൂപയിൽ കാര്യം തീർക്കാം. ഇനി നിങ്ങളൊരു ഫോറിനർ ആണെന്നുണ്ടെങ്കിൽ, ഫോറിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7,500 രൂപയിൽ കാര്യം തീർക്കാം. ഫോറിൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ MSME ഇല്ലാത്തൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, ഇതൊരു മൈക്രോ ബിസിനസിന്റെ അണ്ടർ, അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ 9,000 റുപ്പീസ് ഗവൺമെന്റ് ഫീസ് മാത്രമായിട്ട് നൽകേണ്ടതായിട്ട് വരും. ഇതിന് 3,000 റുപ്പീസ് പ്രൊഫഷണൽ ഫീസ്, മൊത്തം നിങ്ങൾക്ക് 12,000 റുപ്പീസ് ആയിരിക്കും ആപ്ലിക്കേഷന് വരുന്നത്. നേരെ പകുതിൻ്റെ അടുത്തായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രൊപ്പറേറ്റർ ആവുന്ന സമയത്ത് ഫീസ് വരുന്നത്. അപ്പം മിക്കവാറും എല്ലാ കേസിലും നമുക്ക് ഈ 7,500 രൂപ ചെയ്യാൻ കഴിയും. സൊസൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഫേം ഒക്കെ ആണെങ്കിൽ, വിത്തൗട്ട് MSME ആണെന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ ഗോ അപ് ടു 12,000 റുപ്പീസ്. ഓക്കെ, അപ്പം എത്രയാണ് എമൗണ്ട് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാണല്ലോ, ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷനും എത്ര കരുതണം എന്നുള്ളത്. അപ്പോൾ പേര് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടാൻ അത്യാവശ്യം നല്ല സാധ്യത ഉണ്ടെങ്കിൽ, ഒരു 80% ഒക്കെ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7,500 രൂപ കരുതിയാൽ മതിയാകും. റിസർവ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് കൂടി കരുതിക്കോളൂ. അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് കൂടി നിങ്ങൾ കരുതണം. അതൊന്നും ആർക്കും ഒരു അഷുറൻസും നൽകാൻ കഴിയത്തില്ല. ഈ ഇന്ത്യയിൽ ഒരു കൺസൾട്ടൻസിനും ഈ പറയുന്ന ഈ ഫീസിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒബ്ജക്ഷൻസിന്റെ ഒപ്പോസിഷന്റെ കാര്യത്തിൽ അഷുറൻസ് പറയാൻ കഴിയത്തില്ല. ഒബ്ജക്ഷന്റെ കാര്യത്തിൽ വേണമെങ്കിൽ പറയാം, പക്ഷേ ഒപ്പോസിഷന്റെ കാര്യത്തിൽ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഇനി ട്രേഡ് മാർക്ക് വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലമാണ് ഇതിന്റെ വാലിഡിറ്റി, എത്ര കാലം നമുക്കിത് യൂസ് ചെയ്യാം? വൺസ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, അതായത് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദാഹരണത്തിന് 2020 ജനുവരി 1-ാം തീയതിയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് വിചാരിക്കും. ഞങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസ് എല്ലാം തന്നിട്ട്, ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ട് അത് അപ്ലൈ ചെയ്തിട്ടുള്ളത് വിചാരിക്കുക. ഒരു പക്ഷേ രജിസ്ട്രേഷൻ കിട്ടിയത് 2024 ആയിരിക്കാം. പക്ഷേ എന്ന് മുതലാണോ നിങ്ങൾക്ക് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ഇട്ടത്, അന്ന് മുതൽ 10 വർഷത്തേക്കാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം? റിന്യൂ ചെയ്യണം. 10 വർഷം കഴിഞ്ഞിട്ട് 1 വർഷമൊക്കെ അതിൻ്റെ പീരീഡ് കിട്ടുന്നുണ്ട് റിന്യൂ ചെയ്യാനായിട്ട്. നിങ്ങൾ റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യുന്ന സമയത്ത് ഫീസ് നൽകേണ്ടത് 9,000 റുപ്പീസാണ് ഗവൺമെന്റ് ഫീസ് നൽകേണ്ടത്. ഈ ചെറിയ എമൗണ്ടിൽ ചെയ്യാൻ കഴിയത്തില്ല. 9,000 റുപ്പീസ് ആയിരിക്കും വരുന്നത് ഗവൺമെന്റ് ഫീസ് പെർ ക്ലാസ്. ഓക്കെ, ഈ പറയുന്ന 7,500 രൂപ എന്നൊക്കെ പറയുന്നത് പെർ ക്ലാസ് ആണ്, പെർ ക്ലാസ് പെർ അപ്ലിക്കേഷൻ. ഇപ്പോൾ ആൽഫ എന്ന് പറയുന്ന പേര് നിങ്ങൾ ക്ലാസ് 30 അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7,500 രൂപ. ഇനി ക്ലാസ് 31 നിങ്ങൾ വീണ്ടും മറ്റൊരു ഈ ആൽഫ എന്ന് പറയുന്ന പേര് തന്നെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗിനും ഒരു 7,500 രൂപ ആയിരിക്കും വരുന്നത്. റിന്യൂവലിനും അതുപോലെ തന്നെയാണ്, പെർ ക്ലാസ് പെർ അപ്ലിക്കേഷൻ 7,500 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 7,500 രൂപയിൽ 9,000 റുപ്പീസ് ഗവൺമെന്റ് ഫീസ്, പിന്നെ പ്രൊഫഷണൽ ഫീസ്. അത് നമുക്ക് പ്രൊഫഷണൽ ഫീസ് ഇപ്പോൾ പറയാൻ കഴിയത്തില്ല, ഗവൺമെന്റ് ഫീസും പറയാൻ കഴിയത്തില്ല. ഒരു 10 വർഷം കഴിയുമ്പോൾ എത്രയാവുന്നുള്ളത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയത്തില്ലല്ലോ. സോ 10 വർഷമാണ് ട്രേഡ് മാർക്കിന്റെ വാലിഡിറ്റി വരുന്നത്. അപ്പോൾ 10 വർഷം വരെ നിങ്ങൾ പേടിക്കണ്ട, 99% നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ 1% റിസ്ക് ഉണ്ട്. അത് എന്താ റിസ്ക് എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി
നമുക്ക് ട്രേഡ് മാർക്ക് വഴി എന്തൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നത്? എന്തൊക്കെ നമുക്ക് ലീഗലി പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും? അതൊരു ചോദ്യമാണ്. നമുക്കൊന്ന് നിങ്ങളുടെ ബ്രാൻഡ് നെയിം, ഇപ്പോൾ ആൽഫ എന്ന് പറയുന്ന പേരാണെങ്കിൽ ആൽഫ എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് ലീഗലി പ്രൊട്ടക്ട് ചെയ്യാം. രണ്ടാമത്തേത് നിങ്ങളുടെ ലോഗോ, ആ ലോഗോ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലുമൊക്കെ സിമ്പലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ലെറ്റേഴ്സ്, അക്കങ്ങൾ, അതാണ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം എങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ഇനി ന്യൂമറൽസ്, KFC എന്നൊക്കെ പറയുന്നത് ന്യൂമറൽസ്, അക്ഷരങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. നിറങ്ങൾ, ഇപ്പോൾ കാഡ്ബറീസിന്റെ ഡയറി മിൽക്കിനകത്ത് ഒരു പർപ്പിൾ കളർ ഉണ്ടല്ലോ, ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റഡ്, ട്രേഡ് മാർക്ക് ഇത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളതാണ്, അത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. കളേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാം. ശബ്ദം പ്രൊട്ടക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ജിങ്കിൾസ് ഉണ്ടെങ്കിൽ 30 സെക്കൻഡ് താഴെ ഇരിക്കണം ആ ജിങ്കിൾ എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും ഇപ്പോൾ ചില ഇപ്പോൾ ഒക്കെ വളരെ കുറവാണ്, നമ്മുടെ ബ്രിട്ടാനിയുടെ ഒക്കെ ടിൻ 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 എന്നൊക്കെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അത്തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് വരാറുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ട്രേഡ് മാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. സൗണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. പക്ഷേ മണം, സ്മെല്ല് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. സ്മെല്ല് നമുക്ക് ഇന്ത്യയിൽ അതിലുള്ള US അതിൻ്റെ നിയമമുണ്ട്, പക്ഷേ ഇന്ത്യയിൽ നിയമം ഇല്ല. സ്മെല്ല് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയത്തില്ല, ഫ്രാഗ്രൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയത്തില്ല. അത് ഇതുവരെ വന്നിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല 2024 വരെ. ടാഗ് ലൈൻ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. ലൈഫ്സ് ഗുഡ്, അങ്ങനെയുള്ള ടാഗ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ പാക്കിംഗ് നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. പാക്കിംഗ് കവർ, അതായത് പാക്കിംഗ് കവർ നിങ്ങൾക്ക് ഡിസൈൻ മാർക്കായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ട്രേഡ് മാർക്കായിട്ടും അപ്ലൈ ചെയ്യാം. ഡിഫറൻസ് ഇതാണ്. പലരും ഇന്ന് ട്രേഡ് മാർക്കായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള കാരണം, ട്രേഡ് മാർക്കായിട്ട് നമ്മൾ ഒരു പാക്കിംഗ് കവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളെല്ലാം, അതിലെ ഷേപ്സും അതിലെ കളേഴ്സും എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുക. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് 10 വർഷമാണെങ്കിൽ അത് റിന്യൂ ചെയ്ത് പോവാം. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഫീസ് അടയ്ക്കുന്നു, അത് റിന്യൂ ചെയ്യുന്നു, അടുത്ത 10 വർഷത്തേക്ക് ഇടുന്നു, വീണ്ടും 10 വർഷത്തേക്ക് അടക്കുന്നു, അങ്ങനെ നീണ്ടത് പോകും. പക്ഷേ ഡിസൈൻ മാർക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, 15 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി. അത് കഴിഞ്ഞാൽ വി കനോട്ട് റിന്യൂ, നമുക്ക് റിന്യൂ ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ആദ്യം മുതൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡിസൈനിങ്, പാക്കിംഗ് എല്ലാം ഇപ്പോൾ ട്രേഡ് മാർക്കായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3D മാർക്കൊക്കെ ആണെങ്കിൽ, 3D ലോഗോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതിൻ്റെ 3-4 ഇമേജസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതിൻ്റെ പല സൈറ്റ്സിൽ നിന്നുള്ള ഫോട്ടോസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. രജിസ്ട്രാർ വീണ്ടും പല ആംഗിൾസുള്ള വീണ്ടും ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ആംഗിൾസ് ഉള്ളത് കൂടി പിന്നീട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതും പോസിബിൾ ആണ്. കൂടുതൽ ടെക്നിക്കലായിട്ട് ഞാൻ കടക്കുന്നതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ട്രേഡ് മാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇനി മറ്റൊരു ചോദ്യമാണിത്, ഇതും പലരും ചോദിക്കുന്നതാണ്. സർ, നമുക്ക് പല പ്രൊഡക്ട്സും ചെയ്യുന്നുണ്ട്, നമ്മൾ തുണി ഇറക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്ലീനിങ് പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ E-commerce വെബ്സൈറ്റ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് ആപ്പ് ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ടുള്ള മസാല പൗഡർ ഉണ്ട്, നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ നട്ട്സ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് ഒറ്റ ആപ്ലിക്കേഷനിൽ ചെയ്യാൻ കഴിയുമോ? ട്രേഡ് മാർക്ക് ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നു, ഈ ക്ലാസ്സുകളെല്ലാം ആഡ് ചെയ്യുന്നു, ഒറ്റ ഫീസ് ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല. എങ്ങനെ ചെയ്യാൻ കഴിയില്ല? ഒറ്റ ഫീസിൽ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ, ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസ് നൽകിക്കൊണ്ട് അതായത് മൾട്ടിപ്പിൾ ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്ലാസ്സസിൽ ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് ഫീസ് നൽകിക്കൊണ്ട് ഒറ്റ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഫയൽ ചെയ്യാം. ഒന്നുകൂടി ഞാൻ പറയാം, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നുള്ളൂ, ആ ആപ്ലിക്കേഷനകത്ത് ക്ലാസ് 3, 15, 25, 40, 45 ഇത്തരത്തിൽ എത്ര ക്ലാസ്സസ് വേണം ആ ക്ലാസ്സസ് എല്ലാം കൊടുത്തുകൊണ്ട് 5 ക്ലാസ്സസ് ഉണ്ടെങ്കിൽ 5 ഇൻറ്റു ഈ ഗവൺമെന്റ് ഫീസ് 4500 ഇൻറ്റു 5 എത്രയാണ്, ആ എമൗണ്ട് കാണിച്ചുകൊണ്ട്, ആ എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ഒറ്റ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് ഫയൽ ചെയ്യാം. ആൻഡ് ഓൾസോ പ്രൊഫഷൻ ഫീസ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കുറഞ്ഞിട്ടായിരിക്കും വരുന്നത്. കാരണം ഓരോന്നിനും സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോന്നിനുമുള്ള പ്രൊഫഷൻ ഫീസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. ഒറ്റ ആപ്ലിക്കേഷൻ ആകുമ്പോൾ പ്രൊഫഷൻ ഫീസ് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. പക്ഷേ അത് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ പിന്നീട് നിങ്ങൾ ഫേസ് ചെയ്യും. എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഇപ്പോൾ ഒരു 3 ട്രേഡ് മാർക്ക് ക്ലാസ്, 29, 30, 31, 3 ട്രേഡ് മാർക്ക് ക്ലാസ്സിൽ നിങ്ങൾ ഒരു പേര് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഒറ്റ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇടുന്നത്. ദാറ്റ് മീൻസ് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും 3-ലും വരുന്നത്. ഓക്കെ, ഇനി ക്ലാസ് 30 ഒരു ഒബ്ജക്ഷൻ വന്നെന്ന് വിചാരിക്കുക, ഇതേ സാധനം ക്ലാസ് 29-ലും വരും. കാരണം ഒറ്റ ആപ്ലിക്കേഷനാണ്. ഇതേ സാധനം ക്ലാസ് 30-ലും വരും. ഒരു ആവശ്യം ഉണ്ടാവില്ല. 29-ലും 31-ലും ഒബ്ജക്ഷൻ വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവത്തില്ല. പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്
ഇതാണ് എന്നുണ്ടെങ്കിൽ, അതായത് സിംഗിൾ അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ വീണ്ടും റിപ്ലൈ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള 2-3 കേസ് സ്വന്തമായിട്ട് അത്തരത്തിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ട് പെട്ടുപോയിട്ടുള്ള ഒരുപാട് കേസസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കിപ്പോഴും അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ഒപ്പോസിഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും ഇരുന്ന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ട് തന്നെ, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുക. അതാണ് ബുദ്ധി. ഓക്കെ, റൈറ്റ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി ഒരു ട്രേഡ് മാർക്കിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെ ആയിരിക്കണം? ഒരു ട്രേഡ് മാർക്കിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ട്രേഡ് നെയിമിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്? നമ്മളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ആ പേര് എങ്ങനെയുള്ളതായിരിക്കണം? ഇവിടെയാണ് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ ക്ലയൻറ്റിനെ ഇത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾ മറ്റൊരു പേര് നോക്കിയിട്ട് വരും എന്ന് പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അയക്കും. പിന്നെ അവർ ഇങ്ങോട്ട് വരത്തില്ല. അത് വേറൊരു കാര്യം. അവരൊരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവില്ല, പിന്നീട് അത് അങ്ങനെ നിർത്തി പോയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും ആ പേര് തന്നെ. പക്ഷെ അത് ബുദ്ധിമുട്ട് വരും. അപ്പം എങ്ങനെയുള്ള പേരായിരിക്കണം? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേരായിരിക്കണം. എന്താണ് ഈ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നൂഡിൽസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, അതിൻ്റെ ബ്രാൻഡ് നെയിം ടേസ്റ്റി നൂഡിൽസ് വെക്കാൻ കഴിയുമോ? നിങ്ങൾ നൂഡിൽസ് ആണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, ആൻഡ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം യു ആർ പ്ലാനിങ് ടേസ്റ്റി നൂഡിൽസ്. ഈസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? പോസിബിൾ ആണോ അല്ലയോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം എല്ലാ നൂഡിൽസും ടേസ്റ്റിയാണ്. ടേസ്റ്റി അല്ലാത്ത നൂഡിൽസ് ഉണ്ടോ? അപ്പോൾ എല്ലാവരും അവകാശപ്പെടുന്നതാണ് ഞങ്ങളുടെ നൂഡിൽസ് ടേസ്റ്റി ആണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അഥവാ ട്രേഡ് മാർക്ക് രജിസ്ട്രാർ ടേസ്റ്റി നൂഡിൽസ് എന്ന് പറയുന്ന പേരങ്ങ് യൂസ് ചെയ്തോ, നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള റൈറ്റ്സ് ആണെന്ന് പറഞ്ഞ് തരികയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും നൂഡിൽസിൽ ടേസ്റ്റി നൂഡിൽസ് എന്ന് പറയുന്ന ടേമേ യൂസ് ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് അങ്ങനെ തന്നു, ഞാൻ നൂഡിൽസ് ബിസിനസ് ചെയ്യുന്നത്, നിങ്ങൾ നൂഡിൽസ് ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കിൽ പിന്നെ ടേസ്റ്റി നൂഡിൽസ് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. ശരിയാവോ? നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും പേര് ഇറ്റ് ഷുഡ് ബി മറ്റുള്ള, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിനെ വർണ്ണിക്കുന്ന പേരുകളാവരുത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കേരള ഫുഡ്, നിങ്ങളുടെ ഫുഡ് ബ്രാൻഡാണ് ചെയ്യുന്നത്, അതിന് കേരള ഫുഡ് എന്ന് പറയുന്ന പേര് കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പിന്നെ ഒരാൾക്കും കേരള ഫുഡ് എന്ന് പറയുന്ന, കേരള എന്ന് പറയുന്ന പേരിലൊരു ഫുഡ് അല്ലെങ്കിൽ കേരള ഫുഡ് എന്ന് പറയുന്ന ടേമേ യൂസ് ചെയ്യാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, ഒരിക്കലും സ്ഥലങ്ങളുടെ പേര് നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല. സ്ഥലങ്ങളുടെ പേരും ഒരിക്കലും ട്രേഡ് മാർക്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല, പ്രശ്നം വരും. അങ്ങനെയാണ് എങ്കിൽ കേരള മാട്രിമോണിയുടെ അവസ്ഥ എന്താണ്? ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് കൊടുക്കാൻ കഴിയത്തില്ല. സോ വാട്ട് അബൌട്ട് കേരള മാട്രിമോണി? അവർക്ക് എങ്ങനെ രജിസ്ട്രേഷൻ കിട്ടി? അതൊരു ചോദ്യമല്ലേ? ട്രേഡ് മാർക്കിൽ എപ്പോഴും നിയമങ്ങളുണ്ട്. ആ നിയമത്തിനകത്ത് തന്നെ എപ്പോഴും കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട്. ആ ലൂപ്പ് ഹോൾസിൽ ഒന്നാണ് ട്രേഡ് മാർക്ക് കേരള മാട്രിമോണി പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, കേരള മാട്രിമോണി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 സെപ്പറേറ്റ് ടേംസ് അല്ല, ഇറ്റ് ഇസ് എ സിംഗിൾ ടേം. ഒറ്റ ടേമാണ് കേരള മാട്രിമോണി. സിംഗിൾ ടേം, നോട്ട് കേരള മാട്രിമോണി, ഇറ്റ്സ് കേരള മാട്രിമോണി. അവർ ട്രേഡ് മാർക്കിന് കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഇനി അങ്ങനെ അവർക്ക് ഒരുപാട് ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം. ഇനി അതിനുശേഷം ഈ കേരള മാട്രിമോണി എന്ന പേര് അതേപോലെ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ കൊടുത്തിട്ടില്ല. അവർ കുറച്ച് ലിമിറ്റേഷൻ വെച്ചു. ആ ലിമിറ്റേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്, കുറച്ച് റെസ്ട്രിക്ഷൻ. കൺസിഡർ ദ ഏർലി രജിസ്ട്രേഷൻ ഓഫ് ദ അപ്ലിക്കൻറ്റ്, ദ മാർക്ക് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ദർ ഇസ് നോ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓവർ ദ ടേം കേരള. കേരള എന്ന് പറയുന്ന പേരിൽ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഈ കേരള മാട്രിമോണിക്ക് ഇല്ല. അതായത് കേരള എന്ന് പറയുന്ന ആരുടെയും തറവാട്ട് സ്വത്തല്ല, ആരുടെയും അവകാശപ്പെടാൻ കഴിയുന്ന പേരല്ല. അതെല്ലാവർക്കും, മലയാളികളെല്ലാവർക്കും അവകാശപ്പെടാൻ കഴിയുന്നൊരു പേരാണ്. ഈ പറയുന്ന ചെമ്മണ്ണൂർ എന്ന് പറയുന്ന പോലെ കുടുംബക്കാർക്ക് എല്ലാവർക്കും അവകാശപ്പെടുന്ന പേരെന്ന് പറയുന്ന പോലെ തന്നെ ഇത്. അത് സെയിം കേസ് തന്നെ എവിടെയും വന്നിട്ടുള്ളത് കേട്ടോ. ചെമ്മണ്ണൂർ ജുവലേഴ്സ്, ചെമ്മണ്ണൂർ ഫാഷൻ ജുവലേഴ്സും. ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആർക്കും അവകാശപ്പെടുന്ന പേരിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. കേരള എന്ന് പറയുന്നത് പോലെ തന്നെ കേരള മാട്രിമോണിക്ക് മാത്രം അവകാശപ്പെടുന്നതിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. സോ അങ്ങനെ ഒരു കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ കേരള സ്നാക്സ് എന്ന് പറയുന്ന ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് രജിസ്ട്രേഷൻ എടുത്തോടെ കിട്ടണമെന്നില്ല.
ഒരു പ്രാവശ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം കിട്ടണമെന്നില്ല. നമുക്ക് ശ്രമിച്ച് നോക്കാം, പണച്ചെലവുണ്ടാകും, പരമാവധി ശ്രമിച്ച് നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രജിസ്ട്രാർക്ക് വെക്കാം. അപ്പോൾ ഇതെപ്പോഴും നിങ്ങൾ നല്ലൊരു കൺസൾട്ടേഷൻ എടുത്തുകൊണ്ട് മാത്രം ചെയ്യാനായിട്ട് നോക്കുക. ഇതിനകത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഇസ് ദർ എനി ഓപ്ഷൻ ടു പർച്ചേസ് ഓൾറെഡി രജിസ്റ്റേഡ് ട്രേഡ് മാർക്ക്? നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ഓൾറെഡി ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത് എനിക്ക് വാങ്ങണം, വിൽക്കാൻ അവർ തയ്യാറാണ്, നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അത് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സെയിൽസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് വിൽക്കാനായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ആ സെയിൽസ് എഗ്രിമെൻറ്റ് നോട്ടറൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഓൾസോ ആ സെയിൽസ് എഗ്രിമെൻറ്റ് പേപ്പർ, ഇപ്പോൾ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അസറ്റ് അല്ലേ? അസറ്റിനൊരു വാല്യൂ ഉണ്ടാവുമല്ലോ. 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ 10,000മോ 1000മോ 10,000-ൽ താഴെയൊന്നും വെക്കാറില്ല വാല്യൂ. കുറഞ്ഞത് 10,000 വെക്കണം. അപ്പം അതിൻ്റെ എനിക്ക് തോന്നുന്നത് 2% 3% ആണ് അതിൻ്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങേണ്ടത്. അപ്പോൾ അത്രയും സ്റ്റാമ്പ് പേപ്പർ വാല്യൂവിൽ നമ്മളൊരു ഈ പറയുന്ന സെയിൽസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി അത് നോട്ടറൈസ് ചെയ്യണം. ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കണം, അത് നോട്ടറൈസ് ചെയ്യണം. അത് ചെയ്ത് 9,000 റുപ്പീസാണ് ഗവൺമെൻറ് ഫീസ് വരുന്നത് ട്രാൻസ്ഫറിന്. അതും പേ ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ആൻഡ് പ്രൊഫഷണൽ ഫീസ് കൂടി ഉണ്ട്. ഇങ്ങനെ പോയി ഒരു 10,000-16,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് ചിലവ് വരും അത് ചെയ്യാനായിട്ട്. കുറഞ്ഞത് നമുക്ക് ഈ ട്രേഡ് മാർക്കിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അത് കൂടുന്തോറും സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൂടുന്നുണ്ടാവും. അപ്പോൾ ഇറ്റ് ഇസ് പോസിബിൾ ടു ട്രാൻസ്ഫർ ട്രേഡ് മാർക്ക്, ഇറ്റ്സ് ടു സെൽ ട്രേഡ് മാർക്ക് ഓർ പർച്ചേസ് ട്രേഡ് മാർക്ക് പോസിബിൾ ആണ്. ഇനി കേസ് ഇപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സമയത്ത് ചില കേസസിൽ, കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു കേസായിരുന്നു, നമ്മൾ തന്നെയാണ് അദ്ദേഹത്തിന് ട്രേഡ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അധികാരം നാട്ടിലെ ട്രേഡ് മാർക്ക് ചെയ്ത് കൊടുത്തത്, രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മോളായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഫാദർ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാതി വഴിയിൽ വെച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ലോണൊക്കെ എടുത്തു, പക്ഷേ എന്താ അദ്ദേഹം എക്സ്പയർഡായി. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഫാദറിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് ഇതിൻ്റെ അവകാശി എന്ന് പറഞ്ഞ് ഈ മകളെ കാണിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അത് നോട്ടറൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ NOC വാങ്ങേണ്ടതായിട്ട് വരും. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഫാദറിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വെച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് ചടങ്ങുകൾ ഇതിനകത്ത് വരുന്നുണ്ടാവും. എനിവേ ദാറ്റ് ഇസ് പോസിബിൾ. സോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പേര് ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റ്, വളരെ യുണീക്ക് ആയിട്ടുള്ള, യുണീക്ക് ഇൻ ദ സെൻസ് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പേരായിരിക്കണം. ഇനി മറ്റൊന്ന്, ദ നെയിം ഈസ് ന്യൂട്രി കെയർ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾറെഡി രജിസ്റ്റേർഡ് ഇൻ അണ്ടർ ഫുഡ് പ്രൊഡക്റ്റ് ക്ലാസ്. ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഏതൊരു ക്ലാസ്സിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇസ് ഇറ്റ് പോസിബിൾ ടു അപ്ലൈ ന്യൂട്രി കെയർ ഓർ ന്യൂട്രി കെയർ ഫുഡ് അണ്ടർ ദ സെയിം ക്ലാസ്? പോസിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ന്യൂട്രി കെയർ എന്ന് പറയുന്ന പേര് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. സോ ന്യൂട്രി കെയർ എന്ന് വേണ്ട, ഞാൻ ന്യൂട്രി കെയർ അല്ലെങ്കിൽ ന്യൂട്രി കെയർ ഫുഡ് അല്ലെങ്കിൽ ന്യൂട്രി കെയർ സ്നാക്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത്തരത്തിലൊരു പേര് കൊടുത്തുകൊണ്ട് സെയിം ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതിനുള്ള ഉത്തരം ശരിക്കും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങളാണ് ന്യൂട്രി കെയറിൻ്റെ ഓണർ എന്ന് വിചാരിക്കുക. ന്യൂട്രി കെയർ എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്ത വീട്ടിലെ ഒരാൾ ന്യൂട്രി കെയർ എന്ന് പറയുന്ന പേരിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ട്രേഡ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സഹിക്കുമോ? അപ്പോൾ നിങ്ങൾ ആരായി? അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പേരുകൾ എടുക്കരുത്, കിട്ടില്ല. അത് ഡ്യൂപ്ലിക്കേഷൻ ആകും, മറ്റുള്ള ബ്രാൻഡിന് ഡ്യൂപ്ലിക്കേഷൻ ആകും. ന്യൂട്രി കെയർ ഫുഡ് എന്ന് പറയുന്ന പേര് മറ്റൊരാൾ എടുത്തു കഴിഞ്ഞാൽ സമ്മതിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല അല്ലേ? അപ്പോൾ ട്രേഡ് മാർക്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ 1, സെക്ഷൻ 11 അത് ഒബ്ജക്ഷൻ വരാവുന്ന കേസാണ്, അത് അംഗീകരിച്ച് തരത്തില്ല. അപ്പോൾ മറ്റ് പേരുമായിട്ട് എന്തെങ്കിലും റിസംബ്ലൻസ് വരികയാണെങ്കിൽ, ഇപ്പോൾ ന്യൂട്രി കെയറിൻ്റെ NUTRI ആണ്, വേണ്ട NUTRY, പേര് ഡിഫറെൻ്റ് ആയില്ലേ? നിങ്ങളാണെങ്കിൽ സംഭവിക്കുമോ? നിങ്ങൾ NUTRI ആണ്, മറ്റൊരു NUTRY എന്ന് എടുത്തിരിക്കുന്നു, നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുമോ? കൊടുക്കത്തില്ല. സോ ഒരിക്കലും അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ എടുക്കരുത്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഉച്ചാരണം സെയിം ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരും. ഇനി എപ്പോഴാണ് നമ്മൾ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണത്. വെൻ ടു അപ്ലൈ ഫോർ ട്രേഡ് മാർക്ക്. നിങ്ങൾക്ക് വേറെ സംശയങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ ചോദിച്ചിട്ടോളൂ. ആൻഡ് അതിന് ഉള്ള ഉത്തരം ഇതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഓൾറെഡി നിങ്ങളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ബിസിനസ് റൺ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോഴേ പേര് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. പക്ഷേ എപ്പോഴും
നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾ എന്തോ അന്നതൊന്നും ഓർത്തില്ല, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ല. വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ റിസ്ക് എലമെന്റ് ഉണ്ടാവും. അതിനുശേഷം ആ പേരൊക്കെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലീഗലി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു അടുത്ത വർഷം ബിസിനസ്സിന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി കയറിയിട്ട് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാരണം ട്രേഡ് മാർക്കിനകത്ത് ആരാണോ ആദ്യം അപ്ലിക്കേഷൻ ഇടുന്നത് അവർക്കാണ് പ്രയോറിറ്റി വരുന്നത്. അവസാന നിമിഷം ഓക്കെ അടുത്ത മാസമാണ് ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇപ്പോൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം, ചെയ്യരുത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തു, നിങ്ങൾ ബിസിനസ് ആരംഭിച്ചു, നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തു, പാക്കിംഗ് കവർ ഡിസൈൻ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്തു, അതിൻ്റെ പ്രിന്റിങ്ങിനെല്ലാം. അവസാനം ആ പേര് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, എന്താകും അവസ്ഥ? എല്ലാം മാറ്റേണ്ടതായിട്ട് വരത്തില്ല. ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള പേരുകൾ മീൻസ് മാർക്കറ്റിംഗ് എല്ലാം വെറുതെ പാഴായി പോവില്ലേ? മണ്ടത്തരമാണത്. സോറി ടു യൂസ് ദാറ്റ് ടേം. അപ്പം ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അത് ഒരു ഒരു വർഷം ഒക്കെ നിങ്ങൾ മുന്നിൽ കാണുക, കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും കാണുക. അപ്പോൾ നേരത്തെ കൂടി നിങ്ങൾ ആ ട്രേഡ് മാർക്കിന് ആ പേര് അപ്ലൈ ചെയ്തിടുക. പോയി കഴിഞ്ഞാൽ ഒരു 7500 നിങ്ങൾക്ക് പോകത്തുള്ളൂ. ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പേര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമായിരിക്കും വരാൻ പോകുന്നത്. സോ മുൻകൂട്ടി കണ്ടുകൊണ്ട് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഒരു ദിവസം പോലും വൈകിപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും ക്ഷാമമാണ് നമ്മുടെ നാട്ടിലൊരു പേര് കിട്ടാൻ. അറിയാലോ, ബിസിനസ് ചെയ്യുന്നവർ മാസങ്ങളെടുത്തു ഒരു പേര് കിട്ടാൻ, എല്ലാ കാര്യങ്ങളും ശരിയായി, പക്ഷെ മാസങ്ങളെടുത്ത് ഒരു പേര് കിട്ടാനെന്ന് പറഞ്ഞിട്ടുള്ള ക്ലയൻസ് ധാരാളം നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു അപ്ലൈ ആസ് ഏർലി ആസ് പോസിബിൾ. ടുഡേ, ഇന്ന് തന്നെ അതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, രജിസ്ട്രേഷൻ, കമ്പനി രജിസ്ട്രേഷൻ പിന്നീട് എടുക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, പോസിബിൾ ആണോ? അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം. അതായത് ഇപ്പോഴാണ് നിങ്ങൾ ഈ കേസ് സാധാരണ വരുന്നത്, റെഗുലറായിട്ട് വരുന്നതാണ്. കാരണം കമ്പനി രജിസ്ട്രേഷൻ നമ്മൾ തന്നെയായിരിക്കും ചെയ്തു കൊടുക്കുന്നത് അവർക്ക്. കമ്പനി രജിസ്ട്രേഷനൊക്കെ 1 മാസത്തിൻ്റെ അടുത്തൊക്കെ സമയം വരാറുണ്ട്. പക്ഷേ അവർക്ക് ആ പേര് ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങണം. അപ്പോൾ എന്ത് ചെയ്യണം? കമ്പനി രജിസ്ട്രേഷൻ ആയതിനു ശേഷം അല്ലെ കമ്പനിയുടെ പേരിൽ, അതിൻ്റെ ഡോക്യുമെന്റ് അനുസരിച്ചിട്ടല്ലേ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം ചെയ്യാൻ കഴിയുന്നത് ഇതാണ്, പോസിബിൾ ആണ് നിങ്ങൾക്ക്. യു ക്യാൻ അപ്ലൈ ട്രേഡ് മാർക്ക് ബിഫോർ കമ്പനി രജിസ്ട്രേഷൻ, ഡസ് നോ ഇഷ്യൂസ്. പക്ഷേ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആ ഓണർ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും, ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ ഞാനും ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയും കൂടിയിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനിയോ മറ്റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ പേരിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നു, എൻ്റെ ആധാർ കാർഡ് എല്ലാം വെച്ചുകൊണ്ട്. പേര് അവിടെ പ്രൊട്ടക്റ്റ് ആയി. ടോട്ടലി പ്രൊട്ടക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിലും ആ പേര് മറ്റവരൊക്കെ പിന്നീട് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ പ്രയോറിറ്റി എനിക്കായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, കമ്പനി ഡോക്യുമെന്റ്സ് എല്ലാം ആയി. എന്ത് ചെയ്യാം? മുമ്പ് ചോദിച്ചതുപോലെ തന്നെ വി ക്യാൻ ട്രാൻസ്ഫർ ദി ഓണർഷിപ്പ് ഓഫ് ദിസ് ട്രേഡ് മാർക്ക് ടു ദാറ്റ് കമ്പനി. കമ്പനിക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷെ നിർബന്ധമില്ല. കാരണം ഈവൻ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ട്രേഡ് മാർക്ക് കിടക്കുന്നത് എൻ്റെ പേരിലാണ്, ബ്രാൻഡ്സിൻ്റെ പേരിലല്ല. കാരണം നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ ആ പേര് ഡിസൈഡ് ചെയ്തിട്ട് അതിന് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിരുന്നു. ഇൻ കേസ് ഞാൻ ഈ ബിസിനസ് വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പേര് ബ്രാൻഡ്സിൻ്റെ പേരിലേക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബ്രാൻഡ്സം എന്ന് പറയുന്ന പേര് ബ്രാൻഡ്സം LLPക്ക് മാറ്റേണ്ടതായിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എക്സ്പയർ ആവുന്ന സമയത്ത് അത് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം അതിന് മുമ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് കാര്യം. സോ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ പേരിൽ വേണമെങ്കിലും എടുക്കാം. ഇൻ കേസ് ഒരുപാട് പേരൊക്കെ ചേർന്ന് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവിടെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് വരും. അതെങ്ങനെ ഒരാളുടെ പേരിൽ മാത്രം ഓൺഷിപ്പ് വരുന്നത്? അപ്പോൾ ഞങ്ങളൊക്കെ ആരാ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാറ്. ഫ്രണ്ട്സിൻ്റെ ഇടയിലല്ല, അല്ലാതെയൊക്കെ ബിസിനസ് ചെയ്യുന്നവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്, പേരൊന്ന് റിവീൽ ചെയ്യാതെ ട്രേഡ് മാർക്ക് കമ്പനി രജിസ്ട്രേഷൻ ഒന്ന് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. MSME രജിസ്ട്രേഷനും എടുത്തതിന് ശേഷം ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. അല്ല എങ്കിൽ പിന്നീടാണ് നിങ്ങൾ കമ്പനി രജിസ്ട്രേഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ഇപ്പം തന്നെ ട്രേഡ് മാർക്കിന് അങ്ങ് നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ അത് എടുത്തു വെച്ചോളൂ. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അൾട്ടിമേറ്റ് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ പേര് പ്രൊട്ടക്ട് ചെയ്യണം. അത് കമ്പനിയുടെ പേരിലാണെന്നുണ്ടെങ്കിലും ശരി, ഒരു വ്യക്തിയുടെ പേരിലാണെങ്കിലും ശരി, നെയിം ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. Okay, so you can apply trademark before company registration. I hope it is clear. ഒരു നെയിം ഒരു ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മറ്റൊരു സെയിം നെയിം മറ്റൊരു ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമോ? കഴിയും. എക്സെപ്റ്റ് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താ പറയുക, ഇ-കൊമേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇ-കൊമേഴ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇ-കൊമേഴ്സിലൂടെ വിൽക്കുന്നത് ക്ലോത്തിങ്സ് ആണ്, ഡ്രസ്സസ് ആണ്.
ഓക്കെ. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പേര് മിനർവ എന്നുള്ള പേരാണെന്ന് വിചാരിക്കും. മിനർവ എന്ന് പറയുന്ന പേരിലാണ് നിങ്ങൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡ് മാർക്ക് ക്ലാസ് 35 നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ട്രേഡ് മാർക്ക് ക്ലാസ് 35 നിങ്ങൾ എന്ത് ചെയ്യുന്നു, മിനർവ എന്ന് പറയുന്ന പേര് കൊടുത്തുകൊണ്ട് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട്, ക്ലോത്തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനും എഴുതിക്കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ക്ലാസ് 25, അതായത് ടെക്സ്റ്റൈൽസ് ബ്രാൻഡിന്റെ ക്ലാസ്സിൽ ഓൾറെഡി മിനർവ എന്ന് പറയുന്ന പേര് രജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ വരാം. ഓക്കെ, അതായത് ഇ കൊമേഴ്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്, മിനർവ എന്ന് പറയുന്ന പേരുള്ള പ്രൊഡക്റ്റ് ആണ്. അത് ക്ലോത്തിങ് ആണ്. ആ ക്ലോത്തിങ്ങിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ക്ലാസ് 25 ഇതേ പേര് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ വരാം. അത്തരത്തിൽ ക്രോസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളിൽ ഒബ്ജക്ഷൻ വരാം. ഇനി നേരെ മറിച്ച് ഈ 25 വേറെ ആരും അപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങളെ ബാധിക്കുന്നില്ല, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ മറ്റ് കേസൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലാസ് 3 നിങ്ങൾ ക്ലീനിങ് പ്രൊഡക്ട്സിൻ്റെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ചെയ്യുകയാണ്, പ്രശ്നമൊന്നുമില്ല. ക്ലാസ് 5 മറ്റൊരു ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 25 അതേ പേരിൽ തന്നെ മറ്റൊരു ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്, ബാധിക്കുന്നില്ല. അപ്പോൾ ഈ ക്രോസ് ക്ലാസ് ഒബ്ജക്ഷൻസ് സാധാരണഗതിയിൽ വരാറില്ല. ഇങ്ങനത്തെ ചെറിയ എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ വരാറുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്, ഇസ് എ രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ടോട്ടലി സേഫ്? വൺസ് നമ്മൾ ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക, 10 വർഷത്തേക്ക് പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട എന്നാണോ? 99, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, 99% യു ആർ സേഫ്, പക്ഷെ 1% റിസ്ക് ഉണ്ട്. എന്താണ് റിസ്ക്? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ കേരള മാട്രിമോണിയുടെ കാണിച്ച സമയത്ത് അതിനകത്ത് ഒരു ഭാഗം വന്നിട്ടുണ്ടാവും, ഒപ്പോസിഷൻ റെക്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്, ഡേറ്റ് 25/8/21, ഒപ്പോണന്റ് നമ്പർ, ഒപ്പോണന്റ് കോഡ്, ഒപ്പോണന്റ് നെയിം ആരാണ്, കല്യാൺ ജുവലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഈ കല്യാൺ ജുവലേഴ്സിന് ഈ പറയുന്ന കേരള മാട്രിമോണിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തിനു കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരാം. കാരണം ഇത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. കേരള മാട്രിമോണി എന്ന് പറയുന്നത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് അവർ റിന്യൂ ചെയ്തിട്ടുള്ളതാണ്. 10 വർഷം കഴിഞ്ഞ് വീണ്ടും റിന്യൂ ചെയ്തിട്ടുള്ളതിന് ശേഷമാണ് ഈ പറയുന്ന ഒപ്പോസിഷൻ അവർക്ക് വന്നിട്ടുള്ളത്. സോ ഈവൻ ആഫ്റ്റർ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ യു ക്യാൻ എക്സ്പെക്ട് ഒപ്പോസിഷൻ റെക്ടിഫിക്കേഷൻ എന്ന് പറയും അതിനെ. അത് സാധാരണ ആൾക്കാർ കൊടുക്കത്തില്ല, അത്യാവശ്യം വലിയ ടീംസേ കൊടുക്കത്തുള്ളൂ. കാരണം അതിനുള്ള ഫീസ് കൂടുതലാണ്. അപ്പോൾ 10,000 രൂപേൻ്റെ അടുത്താണ് ഗവൺമെന്റ് ഫീസ് വരുന്നത്. അത് ചെറിയ ഫീസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഗവൺമെന്റ് ഫീസ് പ്രൊഫഷണൽ ഫീസ് വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ ലോയറിനുള്ള ഫീസ്, ഞങ്ങൾ വാങ്ങുന്ന ഫീസ് വളരെ കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് പോസിബിൾ, ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. പക്ഷെ കാരണം അത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രൂഫ് കാണിക്കേണ്ടതായിട്ട് വരും. അതായത് കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കല്യാൺ മാട്രിമോണി എന്നൊരു മാട്രിമോണി ഉണ്ട്. അപ്പോൾ കേരള മാട്രിമോണി, കല്യാൺ മാട്രിമോണി രണ്ട് സെയിം ആയിട്ട്, രണ്ടിൽ മാട്രിമോണി എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇവർ ഒപ്പോസിഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്, റെക്ടിഫിക്കേഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. ഒപ്പോസിഷൻ അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ രണ്ടും പറയാം അതിനെ. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഇവർ എവിഡൻസ് കാണിക്കണം. ഞങ്ങൾ ഇത് അന്ന് ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ട് അവർക്കത് അറിയാൻ ഞങ്ങളത് രജിസ്ട്രേഷൻ കൊടുത്തു, പക്ഷെ ഞങ്ങളത് ടോട്ടലി വിട്ടുപോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് ആ 4 മാസം സമയത്തിൽ, ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ 4 മാസം സമയത്തിൽ ഇതിനുള്ള മറുപടി കൊടുക്കാൻ കഴിയാതിരുന്നത്. സോ ഇപ്പോഴുള്ള ഈ റിക്വസ്റ്റ് നിങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഡീഷണൽ ഫീസും കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഒപ്പോസിഷൻ ഫയൽ ചെയ്യാനൊക്കെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒപ്പോസിഷൻ ഫയൽ ചെയ്യാൻ കഴിയും. സോ ഒരിക്കലും രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് എപ്പോഴും ടോട്ടലി സേഫ് നമുക്ക് പറയാൻ കഴിയത്തില്ല. 1% അല്ലെങ്കിൽ അതിൽ കുറവ് 1.5, 0.25% ഒക്കെ റിസ്ക് വരുന്നുണ്ട്, വളരെ കുറവാണ്. ഓക്കെ, അത്തരത്തിൽ വരുന്നത് ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആർക്കും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഈവൻ ഇന്ത്യയിൽ പോലും അങ്ങനെ അധികമൊന്നും വന്നിട്ടില്ല, വളരെ വിരളമായിട്ടേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം അത് പോസിബിൾ ആണെന്നുള്ളത് മറക്കാതിരിക്കുക. ഇനി അടുത്തൊരു വലിയൊരു ചോദ്യമാണ്, സാറേ 1 വർഷമൊക്കെ നമുക്ക് ബിസിനസ്സിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടന്ന കൈയല്ലേ? നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും കാശ് അവർക്ക് അഡീഷണൽ കൊടുത്തുകൊണ്ട്, കൈക്കൂലി കൊടുത്തുകൊണ്ട് നേരത്തെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിട്ട് ചിലരെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. നമുക്ക് ട്രേഡ് മാർക്ക് പ്രോസസ്സിന് ഞാൻ പറഞ്ഞു ഏകദേശം 1 വർഷത്തിൻ്റെ സമയമെടുക്കും. പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ ടു ഫാസ്റ്റൻ അപ്പ് ദ ട്രേഡ് മാർക്ക് പ്രോസസ്. നമുക്ക് ട്രേഡ് മാർക്ക് പ്രോസസ് ഫാസ്റ്റൻ അപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഇതിന് പറയുന്ന പേരാണ് എക്സ്പെഡിറ്റഡ് ട്രേഡ് മാർക്ക്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോയും എവിടെയും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അധികം വീഡിയോസ് ഒന്നും കാണാനും കഴിയത്തില്ല. എക്സ്പെഡിറ്റഡ് ട്രേഡ് മാർക്ക് ഞാനത് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ അടുത്ത നെക്സ്റ്റ് വീക്ക് ധനത്തിൽ വരുന്നുണ്ടാവും, ഞാൻ എഴുതിയിട്ടുള്ളത്, ധനം മാഗസീനിൽ. അപ്പോൾ എക്സ്പെഡിറ്റഡ് ട്രേഡ് മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ്.
ഞാൻ പറഞ്ഞു ട്രേഡ് മാർക്കിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അല്ലേ. പേരിന് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നു. പേരിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ എക്സാമിനേഷൻ ചെയ്യും. മറ്റു പേരുമായിട്ട് ഏതെങ്കിലും സാമ്യമുണ്ടോ എന്നുള്ള കാര്യം അവർ എക്സാമിനേഷൻ ചെയ്യും. ഈ എക്സാമിനേഷൻ ചെയ്യുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ടൈം ഉണ്ടല്ലോ, അത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഈ എക്സ്പീരിയൻഡ് ട്രേഡ് മാർക്കിനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പീഡപ്പ് ചെയ്യാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് 2-3 ദിവസത്തിൽ അവർ ചെക്ക് ചെയ്ത് വരാം. അല്ലാത്ത കേസിലൊക്കെ 2 മാസം 3 മാസമൊക്കെ നീണ്ടു പോകാറുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു 7 ദിവസത്തിൽ നമുക്കത് ആ ടൈം പീരീഡ് കുറയ്ക്കാനായിട്ട് കഴിയും. ആ ഒരു പ്രോസസ്സ് മാത്രം, എക്സാമിനേഷൻ സ്റ്റേജ് മാത്രം കുറയ്ക്കാനായിട്ട് കഴിയും. ഇൻ കേസ് ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ പഴയതുപോലെ തന്നെയാണ്. ഒപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് പഴയതുപോലെ തന്നെയാണ്. അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ഈ എക്സാമിനേഷൻ്റെ ടൈം മാത്രം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അങ്ങനെ കുറച്ച് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒപ്പോസിഷന് വരുന്നത് അല്ലെങ്കിൽ അവർ ജേർണൽ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 4 മാസമാണ്. അപ്പോൾ നമുക്ക് പറയുമ്പോൾ ഒരു 4 മാസം ചില്ലറ ദിവസം അതിനുള്ളിൽ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടും. വേറെ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ 4 months ആൻഡ് ഫ്യൂ ഡേയ്സ് വിത്തിൻ ദാറ്റ് വിൽ ഗെറ്റ് ദ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. പക്ഷേ അതിന് എക്സ്പെൻസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഈ പറഞ്ഞ ട്രേഡ് മാർക്കിൻ്റെ സാധാരണ ഫീസ് അല്ലാതെ വി നീഡ് ടു പേ അഡീഷണൽ. നോർമൽ കേസിൽ 20,000 rupees, 20,000 രൂപ അഡീഷണൽ നമ്മൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മറ്റ് കേസാണെങ്കിൽ, അതായത് പറയുന്നത് കമ്പനീസോ സൊസൈറ്റി വലിയ കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് MSME ഇല്ലാത്ത കമ്പനീസോ അല്ലെങ്കിൽ സൊസൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 40,000 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 20,000 + 7,500, 27,500 രൂപ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും ഇതിന്. അപ്പോൾ 20,000 രൂപ എന്തിനു പേ ചെയ്യുന്നു? ഈ എക്സാമിനേഷൻ പ്രോസസ്സ് 3 മാസം അല്ലെങ്കിൽ 2 മാസം എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ 1 മാസമൊക്കെ ആയിരിക്കാം. അതെന്ന് പറയുന്നത് ചുരുക്കിയിട്ട് 2 ദിവസത്തിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അപ് ടു 7 ഡേയ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എക്സ്പീരിയൻഡ് ട്രേഡ് മാർക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൽ ആരും ചെയ്യാറില്ല. അത്രത്തോളം കാശ് അങ്ങനെ ആരും മുടക്കാറില്ല എന്നുള്ളതാണ്. ചെയ്യുന്നവരുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് വേണം. ഇനിയിപ്പോൾ കൂടുതൽ ഇത് ചെയ്യുന്നത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസീസ് ഒക്കെ എടുക്കുന്നവർ. കാരണം ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്റ്റർ ചെയ്ത് കിട്ടണം. വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ദേ ഷുഡ് ഗെറ്റ് രജിസ്ട്രേഷൻ. അപ്പം അവർക്ക് എത്രയും പെട്ടെന്ന് വേണം. സോ പൈസ ഒന്നും വിഷയമല്ല, അവർ ചെയ്യാറുണ്ടത്. ഇനി ലീഗലി എന്തെങ്കിലുമൊക്കെ കേസസ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് കിട്ടണം എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അവിടെയും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് അപേക്ഷിക്കുന്നത്. സോ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, അത്തരത്തിലുള്ള നമുക്ക് പോസിബിൾ ആണ് എന്നുള്ളത്. ഓക്കെ, അധികം ബെനിഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ഉള്ളവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഇനി അടുത്ത ചോദ്യം കടക്കുന്നതിന് മുമ്പ്, ഇ കൊമേഴ്സിന് മാത്രമായിട്ട് ഒരു ക്ലാസ് ഉണ്ടോ? ഈ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്താൽ ഇ കൊമേഴ്സിൽ എന്ത് വിൽക്കാൻ പറ്റും? അതായത് ഇ കൊമേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്ലാസ് 35. 35 എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് കൺസൾട്ടിങ്, ബിസിനസ് ഈ റീറ്റെയിൽ ഷോപ്പിൻ്റെ പേര്, ഡിസ്ട്രിബ്യൂഷൻ, ഇ കൊമേഴ്സ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം വരുന്ന ക്ലാസ് 35-ലാണ്. നിങ്ങളൊരു ആപ്പാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ ഡൗൺലോഡബിൾ ആപ്പ്, ഇ കൊമേഴ്സ് ആപ്പ് ആണെന്നുണ്ടെങ്കിൽ 35 മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ക്ലാസ് 9 കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ക്ലാസ് 9 കൂടി. കാരണം 9 ആണ് ഡൗൺലോഡബിൾ സോഫ്റ്റ്വെയർസ്, ഡൗൺലോഡബിൾ ആപ്സ് എല്ലാം വരുന്നത് ക്ലാസ് 9 സോ യു ഹാവ് ടു അപ്ലൈ ഇൻ ക്ലാസ് 9 ടു ക്ലാസ് 9 കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലാസ് 9 ഇ കൊമേഴ്സ് മാത്രമാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു അപ്ലൈ ഫോർ 35. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ, ഇപ്പോൾ ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിൽ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇ കൊമേഴ്സിൽ എന്ത് വിൽക്കാൻ കഴിയും? നമ്മൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ എന്ത് വിൽക്കാനായിട്ട് കഴിയും? അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്താൽ മതി ഏതൊക്കെ കാറ്റഗറി പ്രൊഡക്ട്സ് ആണ് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇനി വാട്ട് ഇഫ് സംവൺ ഒപ്പോസ്ഡ്? എപ്പോഴും എല്ലാവർക്കും പേടിയുള്ളൊരു കേസാണത് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ആൾക്കാർക്ക് ടെൻഷൻ കൂടുതലുള്ളത് പണച്ചെലവിനെ കുറിച്ച് ആലോചിച്ചിട്ട്, ഇതിൻ്റെ ടൈമിനെ കുറിച്ച് ആലോചിച്ചിട്ട് എല്ലാം ടെൻഷനുള്ളതാണ്. സാധാരണ എന്താണ് ഈ ഒപ്പോസിഷൻ? ഞാൻ മുമ്പ് പറഞ്ഞു, തേർഡ് പാർട്ടി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്ന സംഭവമാണ് ഒപ്പോസിഷൻ. ഇത്തരത്തിൽ ഒപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒപ്പോസിഷൻ വന്ന ഡേ മുതൽ 2 മാസം, ആ 2 മാസത്തിനുള്ളിൽ നമ്മൾ ഇതിനൊരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. മറുപടി ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, ഒന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, ഒന്നും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേര് അബാൻഡൻ ആയി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിന് മേലെ പിന്നീട് നിങ്ങൾക്ക് യാതൊരു അധികാരവും ഉണ്ടാവില്ല. അതങ്ങ് ക്യാൻസൽ ആയിപ്പോയി. സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്യാൻസൽ ആയിപ്പോയി.
ഇനി നമ്മൾ ഇതിനുള്ള മറുപടി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 months എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഒരു കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്ട്രാർ പരിശോധിച്ചിട്ട് ഈ റിപ്പോർട്ട് ഒപ്പോസ് ചെയ്തിട്ടുള്ള ടീമിന് അയച്ചു കൊടുക്കും. അവർക്ക് അവരോട് കാരണം കാണിക്കൽ നോട്ടീസ് അവരയക്കും. അവരെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ റിപ്ലൈ ഫയൽ ചെയ്യുന്നു. നമ്മുടെ കാരണങ്ങൾ നമ്മൾ റിപ്ലൈ ഫയൽ ചെയ്യുന്നു. ചിലപ്പോൾ ഹിയറിംഗിന് വിളിപ്പിക്കും. ഇറ്റ് ഈസ് എഗെയിൻ എ ലോങ് ടേം പ്രോസസ്. കിട്ടാതിരിക്കുന്നതും ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുനോ നിങ്ങളുടെ ബ്രാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ എത്രത്തോളം ന്യായമുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അത് രജിസ്ട്രാറാണ് തീരുമാനിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഒപ്പോസിഷനൊക്കെ ഇടുന്ന വലിയ കമ്പനീസാണ്. സെല്ലോ എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ദിവസം ഒരു ഒപ്പോസിഷൻ വന്നിട്ടുണ്ടായിരുന്നു. മെക്ഡൊണാൾഡ്സ്, മെക്ക് എന്ന് പറയുന്ന ഒരു പേരിലൊരു ബ്രാൻഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മെക്ഡൊണാൾഡ്സ് ഒരു ഒപ്പോസിഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബന്ധുവിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആര് അപ്ലൈ ചെയ്യുന്നുള്ളതല്ല ഇവിടെ വിഷയം. അപ്പോൾ വലിയ ആൾക്കാർ അപ്ലൈ ചെയ്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഒന്നുമില്ല. നിയമത്തിന് മുമ്പിൽ വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരൊന്നുമില്ല. എല്ലാവരും ഈക്വൽ തന്നെയാണ്. ആരുടെ ഭാഗത്താണ് ന്യായം? രജിസ്ട്രാർ തീരുമാനിക്കും. ഈ രണ്ടുപേരും ആൾക്കാർ തെറ്റിദ്ധരിക്കുമോ? തെറ്റിദ്ധരിക്കത്തില്ല. അപ്പോൾ പേര് നിങ്ങൾക്ക് തരാം എന്നുള്ളത് തീരുമാനിക്കാം അവർക്ക്. അതുകൊണ്ട് തന്നെ ഹൂ ഈസ് ഒപ്പോസിങ് ദാറ്റ് ഡസൻ മാറ്റർ. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഒപ്പോസിഷനുള്ള മറുപടി കൊടുക്കണം, അത് പേര് വിട്ടുകളയണം എന്നുള്ളത്. അത് നമ്മൾ ഞങ്ങളെപ്പോലുള്ളവരുമായിട്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഒപ്പോസിഷനിലെ മറുപടി ഫയൽ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പെൻസ് വരുന്നുണ്ടാകും. 10,000-15,000 രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരുന്നുണ്ടാകും. ഇപ്പോൾ കേട്ടോ അത് കൂടുതലായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു സമയം കഴിയും തോറും ഇതിനുള്ള ചാർജസും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി കൂടുമല്ലോ. 10 വർഷം മുമ്പിലത്തെ ചാർജ് അല്ലല്ലോ ഇപ്പോൾ വരുന്നത്. സോ ഡെഫിനറ്റ്ലി അതിലുള്ള മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. സോ അത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 1 മണിക്കൂറായി നമ്മൾ ഇത്തരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാറ്റ് ബോക്സിനകത്ത് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ തന്നിട്ടുള്ള ഇതിന് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള അതേ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ അതിൻ്റെതും അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ അത് സമയമെടുക്കും അത് അപ്ലോഡ് ആവാനായിട്ട്. ഇപ്പോൾ റെക്കോർഡറാണല്ലോ അത്. ഇനിയിപ്പോൾ അപ്ലോഡ് ആവാനായിട്ട് എനിക്കൊന്ന് നാളെ ഇങ്ങനെയൊക്കെ ആയിട്ട് അത് അവൈലബിൾ ആവുമായിരിക്കും. എന്തായാലും കിട്ടും അത്. ഓക്കെ, സോ നിങ്ങൾക്ക് അഗെയിൻ 1-to-1 കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനുമായി ഡയറക്റ്റ് ഇരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ 20 മിനിറ്റ്സിൻ്റെ സ്ലോട്ട്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് TMC എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് 8921092136 എന്ന് പറയുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ആ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാം. എൻ്റെ ടീം മെമ്പർ റാണി ആയിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ മീറ്റിൽ ഇരുന്ന് സംസാരിക്കാം. നിങ്ങളുടെ പേരുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. 599 രൂപയാണ് ഫീസ് വരുന്നത്. ആൻഡ് അത് ലിമിറ്റഡ് ടൈമാണ്. അതിന് കഴിഞ്ഞ ഡേറ്റ് വെച്ചിട്ട് 26 ജൂലൈ 2024 ഈ ഫീസ് വരുന്നത്. കുറച്ച് കഴിയുമ്പം അത് ഡെഫിനറ്റ്ലി ഈ ഒരു സംഭവം നമ്മൾ വെക്കുന്നുണ്ട്. കാരണം എല്ലായ്പ്പോഴും നമുക്കിത് കൊടുക്കാൻ കഴിയത്തില്ലല്ലോ. നമ്മുടെ സമയം എല്ലാം നോക്കണമല്ലോ. ഓക്കെ, സോ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. 7,500 ആണ്. നമുക്ക് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 98-99% ആണ് നമ്മുടെ ട്രേഡ് മാർക്കിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. സോ അതുതന്നെ ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രസ്റ്റ്. നമ്മൾ വലിയ രീതിയിലൊന്നും മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. കാരണം കുറേ അങ്ങ് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്ത അവസാനം നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ തലയ്ക്ക് വരും. അതുകൊണ്ട് തന്നെ ചെയ്യുന്നില്ല. ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻ ഫീസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓഫീസിലേക്ക് വരാം. പാലക്കാടാണ് ഓഫീസ് വരുന്നത്. അത് ഈ നമ്പറിൽ തന്നെ ഒരു മെസ്സേജ് അയച്ചാൽ മതിയാം, ഓഫ്ലൈൻ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഷീൽ ഷെയർ ദ ഡീറ്റെയിൽസ്. ഈ നമ്പറിൽ തന്നെ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആള് ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് തരും. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുകയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ കണക്ട് ആൻഡ് വി ക്യാൻ ടോക്ക്.